നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്നു. ചലച്ചിത്രമേള പ്രതിനിധികൾക്ക് അമ്മ സംഘടന സംഘടിപ്പിച്ച പാർട്ടിക്കെതിരെയായിരുന്നു മല്ലിക സുകുമാരന്റെ വിമർശനം. അമ്മ സംഘടനയുടെ കഴിഞ്ഞ ദിവസം നടന്ന ആഘോഷം പാടില്ലായിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തനിക്ക് നീതി കിട്ടിയില്ല എന്ന് അതിജീവിത പറയുന്നു. തന്റെ പേര് വെളിപ്പെടുത്തി അതിജീവിത രംഗത്ത് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നീതി കിട്ടാതെ ഒരു അതിജീവിത അവിടെ വിഷമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതായിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നത്. സത്യമാണ്, നീതിന്യായ വ്യവസ്ഥിതിയും ഈ സമൂഹവും അതിജീവിത എന്ന് വിളിച്ചു. സ്വയം അതിജീവിതയെ 8 വർഷക്കാലം വിധവയായ അമ്മയെ സമാധാനിപ്പിച്ച് ജീവിച്ചു കാണിച്ചു. ഇന്നലെ ആദ്യമായി ഞാനാണ് അതിജീവിത എന്ന് പറഞ്ഞ് സ്വന്തം പേരിൽ ഒരു മനോവിഷമം തുറന്നെഴുതി. ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കൊട്ടിഘോഷിച്ച സ്ത്രീകൾ ഭരിക്കുന്ന സംഘടന എന്താണ് കാണിച്ചത്? ഒപ്പമുള്ള സഹപ്രവർത്തകയുടെ കണ്ണുനീരിന് ഇവർക്കൊരു വിലയുമില്ല എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ വിമർശനം. അമ്മയുടെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ചലച്ചിത്രമേള പ്രതിനിധികൾക്ക് പാർട്ടി കൊടുക്കണം പോലും. ഇതാണോ സംഘടനയുടെ ചാരിറ്റി? മന്ത്രിയുടെ സമ്മതം വാങ്ങി ബജറ്റ് വരെ അംഗീകരിച്ചു എന്നാണ് വാർത്ത. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് തന്നെ വേണമായിരുന്നോ എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ ചോദ്യം. അമ്മയിലെ സഹോദരന്മാർക്ക് എങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഈ സ്ത്രീ ഭരണകൂടത്തോടെ. കാര്യങ്ങൾ പറയുന്നവരെ അകറ്റി നിർത്തി ഉള്ള വില കളയാതെ നോക്കുക. കാലം മാറി, കഥ മാറി. ഒരു കൊച്ചുമുടുക്കനെ ചേർത്ത് നിർത്തി ചോദിച്ച ചോദ്യത്തിന് വാത്സല്യത്തോടെ മറുപടി നൽകിയ പ്രധാനമന്ത്രിയെ വരെ നാം കണ്ടു. വീണ്ടും പറയുന്നു, ആവതും പെണ്ണാലെ അഴിവതും പെണ്ണാലെ എന്നായിരുന്നു മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. മാത്രമല്ല, മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു. അതിജീവിത ഇത്തരത്തിലൊരു പോസ്റ്റൊക്കെ ഇട്ട് തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കരുതായിരുന്നു എന്നായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത്. എന്തായാലും നടി ആക്രമിച്ച കേസിൽ താരസംഘടന അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടി മല്ലിക സുകുമാരൻ ഉന്നയിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അതിജീവിത തുറന്നു പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ അമ്മ IFFK ഡെലിഗേറ്റുകൾക്കായി പാർട്ടി സംഘടിപ്പിച്ചതാണ് മല്ലിക സുകുമാരനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സഹപ്രവർത്തകയുടെ കണ്ണീരിന് ഒരു വിലയും ഇല്ലേ എന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇതേ വിമർശനം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഉന്നയിച്ചിരുന്നു. പിന്നാലെ പ്രതികരണവുമായി നടിമാരായ റിമ കല്ലിങ്കലും പാർവതി തിരുവോത്തും രമ്യ നമ്പീശനും എത്തിയിരുന്നു. അവൾക്കൊപ്പം എന്നെഴുതിയ ബാനർ പിടിച്ചു നിൽക്കുന്ന തന്റെ ചിത്രമാണ് റിമ പങ്കുവച്ചത്. എപ്പോഴും മുമ്പത്തെക്കാളും ശക്തിയോടെ ഇപ്പോൾ എന്ന കുറിപ്പോടെയാണ് താരം ചിത്രം പങ്കുവച്ചത്. എന്ത് നീതി! സസൂക്ഷ്മം തയ്യാറാക്കിയ തിരക്കഥ നിഷ്ഠൂരമായി ചുരുളഴിയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നതെന്നായിരുന്നു പാർവതി അന്ന് കുറിച്ചത്. രമ്യ നമ്പീശനും അവൾക്കൊപ്പം എന്നെഴുതിയ ബാനർ ഇൻസ്റ്റയിൽ സ്റ്റോറിയായി ഇട്ടിരുന്നു. തുടക്കം മുതലേ അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിലയുറപ്പിച്ചവരാണ് റിമ, പാർവതി, രമ്യ തുടങ്ങിയ നടിമാർ. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നീക്കങ്ങളൊക്കെ നമുക്ക് നോക്കാം. വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന് റിപ്പോർട്ട് കൈമാറും. വിചാരണ കോടതി ഉത്തരവ് പരിഗണിച്ച് അപ്പീൽ തയ്യാറാക്കുന്ന നടപടികളും തുടങ്ങി. ഈ ആഴ്ച ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നീക്കത്തിലാണ് സർക്കാർ. കേസിൽ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നെന്ന ഊമക്കത്തിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് DGPയെ വിവരം അറിയിച്ചിരുന്നു. നേരത്തെ ഈ കത്ത് കിട്ടിയതിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. എന്നാൽ അതിൽ അഭിഭാഷക അസോസിയേഷനുള്ളിൽ തന്നെ ഭിന്ന അഭിപ്രായം ഉയർന്നിരുന്നു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുമെന്നും മറ്റുള്ളവരെ വെറുതെ വിടുമെന്നും വിധിയെഴുതിയ ശേഷം ദിലീപിന്റെ അടുത്ത സുഹൃത്തിന് കാണിച്ചു എന്നെല്ലാമായിരുന്നു ആരോപണം. ദിലീപിന്റെ കൊട്ടേഷൻ എന്ന വാദം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ലെന്നാണ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. 6 പ്രതികളും ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. തുടരന്വേഷണം വേണമെന്ന ആദ്യഘട്ട കുറ്റപത്രത്തിൽ ശുപാർശയുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താൻ എന്നായിരുന്നു വിശദീകരണം നൽകിയത്. പൾസർ സുനിയുടെയും കൂട്ടുപ്രതികളുടെയും കൃത്യത്തിനും അപ്പുറത്ത് മറ്റൊരു ഗൂഢാലോചനയുണ്ടെന്ന് എന്നതിന്റെ സൂചനകളൊന്നും ആദ്യഘട്ട റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമായിരുന്നു ഗൂഢാലോചനാവാദം നിരത്തി ദിലീപിലേക്ക് അന്വേഷണം എത്തിയത്. ജയിലിൽ കിടന്ന് പൾസർ സുനി അയച്ച കത്തിനെ ആസ്പദമാക്കി മാത്രമാണോ ദിലീപിലേക്ക് അന്വേഷണം എത്തിയതെന്നും കോടതി പ്രോസിക്യൂഷനോട് ചോദ്യം ഉന്നയിച്ചു. ദിലീപിന് തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നായിരുന്നു ആക്രമിക്കപ്പെട്ട നടി മൊഴി നൽകിയത്. എന്നാൽ സംഭവം നടന്ന് 2 മാസത്തിന് ശേഷവും നടിക്ക് ദിലീപിനെ കുറിച്ച് സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ഇക്കാര്യം ഉയർന്നു വരുന്നത്. ദിലീപിനെ പേടിച്ചതുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് നടി ഇക്കാര്യം പറയാതിരുന്നതെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് പ്രസക്തിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഉന്നത IPS ഉദ്യോഗസ്ഥരടക്കം അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് ഇരിക്കെ ഇക്കാര്യം അറിയിക്കാനുള്ള അവസരം നടിക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിവിധ വശങ്ങൾ നോക്കുമ്പോൾ ഗൂഢാലോചനവാദം ഉയർത്തി ദിലീപിലേക്ക് എത്താൻ പോലീസ് ആശ്രയിച്ച തെളിവ്, സാക്ഷിമൊഴി ഇത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അതിജീവിത തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പ്രതികരണമായി വിധിയോടുള്ള ആദ്യ പ്രതികരണമായിരുന്നു നടത്തിയത്. തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിജീവിത പറയുന്നത്. ആ പോസ്റ്റിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇപ്രകാരം: 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതർ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷന് മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് താൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെ ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ ചില കാര്യങ്ങൾ കൂടി അതിജീവിത എടുത്തു കാണിക്കുന്നുണ്ട്. ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്ന് അതിജീവിത പറയുന്നു. ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ അന്തരീക്ഷ പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. മാത്രമല്ല ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഈ കേസിന്റെ നടപടികൾ നടത്തണമെന്ന ഒരു ആവശ്യം കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടു. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിജീവിത വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇത് വന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അമ്മ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി വിമർശിച്ചാണ് മല്ലിക സുകുമാരൻ രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.